Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir wala tuyassir wa tammim bil khair wa bika nasta'inu ya fattahu rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. So we are going through the chapter money maths. Today we are going to learn a new topic from this chapter, that is the last topic, increasing and decreasing. Increasing and decreasing means what? നമ്മൾ ഇപ്പോൾ ഇയേഴ്സ് കഴിയും തോറും നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ കൂടുന്ന നമ്മൾ അങ്ങനെയേ ചെയ്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ചില കേസസിൽ നമ്മൾ ഈ വർഷം ഉണ്ടായിരിക്കുന്നതല്ല അടുത്ത വർഷം കുറച്ച് റെഡ്യൂസ് ആവും, കുറയും. അങ്ങനെയുള്ള കേസിലെ പ്രോബ്ലംസ് ആണ് നമുക്ക് ഉള്ളത്. വി ഹാവ് സം ആക്ടിവിറ്റീസ് ഇൻ പേജ് നമ്പർ 105. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ്: a report estimates e-waste increasing by 15% and every year, and the e-waste in 2014 is about 9 crore tons. What is the expected amount of e-waste in 2020? What is the question? A report estimate e-waste increasing by 15% every year. ഒരു റിപ്പോർട്ട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ഇയറിലും ഇ വേസ്റ്റിൻ്റെ ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നത് 15% ആണ്. ആൻഡ് 2014 ഇ വേസ്റ്റ് എന്ന് പറയുന്നത് എബൌട്ട് 9 crore ton ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ what is the expected amount of ഇ വേസ്റ്റ് ഇൻ 2020? 2014 ഇത്രയായിരുന്നെങ്കിൽ 2020 എക്സ്പെക്റ്റഡ് എമൗണ്ട് എത്രയാണെന്ന്, എമൗണ്ട് ഓഫ് ഇ വേസ്റ്റ് എത്രയാണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യണം. സോ here the rate is 15%. ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 15% ആൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ഈ 6. എങ്ങനെ വന്നു? 2014 കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് 2020 അപ്പോൾ ദാറ്റ് ഡിഫറൻസ് ഈസ് 6. സോ നമ്പർ ഓഫ് ഇയേഴ്സ് ഈസ് 6 years ആൻഡ് എമൗണ്ട് ഓഫ് ഇ വേസ്റ്റ് ഇൻ 2020 എമൗണ്ട് ഓഫ് ഇ വേസ്റ്റ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ അതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 9 crore ton ആണ്. അപ്പോൾ 9 crore ആകുമ്പോഴത്തേക്കും ഇൻറ്റു 1 + നമ്മുടെ പഴയ ഇക്വേഷൻ തന്നെ p ഇൻറ്റു 1 + r/100 the whole raised to n, that is 1 + r. Here r is 15/100 the whole raised to 6. number of years is 6. so അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 20,81,75,869 ആണ്. it is approximately we can write 21 crore tons എന്ന് നമുക്ക് എഴുതാം. അപ്രോക്സിമേറ്റ്ലി 21 crore tons ഇ വേസ്റ്റ് ആണ് നമ്മൾ എന്താ 2020 എക്സ്പെക്ട് ചെയ്തത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ ടി വി മാനുഫാക്ചറർ ഡിക്രീസസ് ദ പ്രിൻസിപ്പൽ പ്രൈസ് ഓഫ് എ പർട്ടിക്കുലർ മോഡൽ ബൈ 5% ഈച്ച് ഇയർ. ദ കറണ്ട് പ്രൈസ് ഓഫ് ദിസ് മോഡൽ ഈസ് 8,000 rupees. വാട്ട് വുഡ് ബി ദ പ്രൈസ് ആഫ്റ്റർ 2 years? അതായത് എന്താണ്, ഒരു ടി വി മാനുഫാക്ചർ ഓരോ ഇയറിലും ആ ടി വിയുടെ പ്രൈസ് എന്ന്, ആ പർട്ടിക്കുലർ മോഡൽ ടി വിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 5% കുറച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ദ കറണ്ട് പ്രൈസ് ഓഫ് ദിസ് മോഡൽ ഈസ് 8,000 rupees. ഇപ്പോഴത്തെ അതിൻ്റെ വിലയെന്ന് പറയുന്നത് 8,000 rupees ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വുഡ് ബി ദ പ്രൈസ് ആഫ്റ്റർ 2 years? 2 years കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൈസ് എങ്ങനെയായിരിക്കും എന്നാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ പ്രൈസ് ആഫ്റ്റർ 2 years. Price after 2 years. Price after 2 years that is equal to, എങ്ങനെ കണ്ടുപിടിക്കും? 8,000 p into
into 1 plus r by 100 the whole raised to n എന്ന് പറയുന്നത് നമ്മൾ ഇൻക്രീസിങ്ങിലായിരുന്നു. Here it is decreasing. After each year it is decreasing. So we have to subtract 1 minus r by 100 the whole raised to n. 1 plus എന്ന് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം, സൈൻ വ്യത്യാസം. ഡിക്രീസിങ് വരുമ്പോൾ 1 minus r by 100 the whole raised to n ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. So 1 minus r, here r is 5%, r by 100 the whole raised to, here the number of years is 2. So the period is 2, that is 8000 into 95 by 100 the whole raised to 2. Okay, simplify we will get the answer 7220 rupees. സോ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും 8000 ഉണ്ടായിരുന്ന ടി വിയുടെ പ്രൈസ് നമുക്ക് 2 ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്ക് എത്ര എമൗണ്ടിൽ മേടിക്കാം? 7220 റുപ്പീസിൽ മേടിക്കാം. പിന്നെ 2 ഇയേഴ്സ് കഴിയുമ്പോൾ അതിൽ നിന്ന് വീണ്ടും ഇത്ര എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് വി ആർ മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ചാപ്റ്റർ. That is, tiger is our national animal. Their number decreases every year. Figures shows 3% annual decrease. According to the census of Natural Tiger Conservation Authority, there were 1700 tigers in India in 2011. If the trend continues, how many tigers would be there in 2016? What is the meaning? Tiger നമ്മുടെ നാഷണൽ അനിമൽ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. Their number decreases every year. അപ്പോൾ ടൈഗറിൻ്റെ നമ്പർ ഇയർ ആഫ്റ്റർ ഇയർ ഇറ്റ് ഈസ് ഡിക്രീസിങ്. ആൻഡ് figures showing that 3% annual decrease. ഒരു വർഷം 3% വീതം കുറയുന്നുണ്ട്. According to the census of National Tiger Conservation Authority, there were 1700 tigers in 2011. 2011 കണക്കും പ്രകാരം 1700 ടൈഗേഴ്സ് ആണ് ഉള്ളത്. സോ ഈ ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഹൗ മെനി ടൈഗേഴ്സ് വുഡ് ബി ദെയർ ഇൻ 2016? അങ്ങനെയാണെങ്കിൽ 2016 എത്ര ടൈഗേഴ്സ് കാണുന്നു? നമ്പർ ഓഫ് ടൈഗേഴ്സ് ഇൻ 2016 we have to find. So third question, number of tigers in 2016 is equal to എന്താണ്? നമ്മൾ 2011 എത്രയായിരുന്നു എമൗണ്ട് ഉണ്ടായിരുന്നു? 1700 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇൻറ്റു ഡിക്രീസിങ് ആണ്. സോ വി ഹാവ് ടു പുട്ട് മൈനസ് സൈൻ. 1 മൈനസ് percentage is 3%, 3 by 100 the whole raised to 2011 നിന്നും 16 എത്ര ഇയേഴ്സ് ഉണ്ട്? 5 years. So 1700 into 97 by 100 the whole raised to 5. So when we simplify this, we will get the answer 1460. So in 2016, if this trend continues in 2016, there will be 1460 tigers there. Okay, so idairunnu increasing and decreasing based problems. We have 3 problems there. So in this chapter, that is money maths, we studied about simple interest and compound interest. And we studied one equation for finding the compound interest, that is P into compound interest is equal to P into 1 plus R by 100 the whole raised to n. And we studied changing times. In that we studied half yearly compounding and quarter yearly compounding. 2 types of compounding, that is half yearly compounding and quarter yearly compounding. And the last topic we studied here is increasing and decreasing. Okay, so from this class, this chapter is finished, and in the next class we can learn a new chapter. Today's class is over. Assalamu alaikum.